വാട്ട് ഈസ് സക്സസ്? എന്താണ് സക്സസ് എന്ന് ചോദിച്ചാലേ ഞാൻ പറയും, ഞാൻ ഈ ടീ അറ്റൻഡ് ചെയ്ത സമയം കഴിഞ്ഞപ്പോ എന്റെ ലൈഫിൽ ഉണ്ടായ എന്റെ തോട്ട് പ്രോസസ്സുകൾ പലതും മാറി. എന്റെ പേരൻസിനെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട്, എന്നെ എനിക്ക് എന്റെ ലൈഫിൽ പലതരത്തിൽ പ്രശ്നക്കാരാണെന്ന് ഞാൻ വിലയിരുത്തിയിരുന്ന പലരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറി. ആ കാഴ്ചപ്പാട് മാറിയപ്പോ ആ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടെ ഭംഗി കൂടിയപ്പോൾ ഇമ്പമുള്ളതാവാൻ തുടങ്ങി. എന്താ കാരണം? ഇപ്പോ ഒരു ഉദാഹരണം പറയാം. നമ്മളെ കുറ്റം മാത്രം പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് വിചാരിക്കാം. നമ്മുടെ കുടുംബത്തിലായിരിക്കാം, എവിടെ ആയിരിക്കാം. ആളുടെ മെയിൻ ഡ്യൂട്ടി എന്താ? നമ്മുടെ കുറ്റങ്ങൾ മാത്രം പറയുന്ന ഒരു ബിഹേവിയർ ആണ് ആൾക്കുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ അയാളെ കാണുക എങ്ങനെയാണ്? എന്തിനാണ് ഇയാളുടെ കുടുംബത്തേക്ക് എന്നെ കെട്ടിച്ചുകൊണ്ടുവരാൻ തോന്നിയത്? അല്ലെങ്കിൽ എങ്ങനെ ഇയാൾ എന്റെ കുടുംബത്തിൽ പെട്ടുപോയത്? പക്ഷേ ഇയാളുടെ കെണിയിൽ നിന്ന് എന്നാ ഞാനൊന്ന് രക്ഷപ്പെടാ? ഇത്തരം തോട്ട്സുകളല്ലേ നമ്മളെ ഭരിക്കാം. ഇത് നമുക്കൊരു ഭാരമായിട്ട് ഫീൽ ചെയ്തു. ഇതിന്റെ സൈക്കോളജി പഠിച്ചു ഞാൻ. എന്തുകൊണ്ട് ഈ കുറ്റം പറയുന്ന പ്രകൃതം അയാളിൽ രൂപപ്പെട്ടു? അങ്ങനെ ഹിസ്റ്ററി അതിന്റെ സാധ്യതകൾ പഠിച്ചപ്പോഴാണ് ഈ വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റി. ചിന്തിച്ചപ്പോൾ ഉത്തരം കിട്ടി. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലെ, ഇദ്ദേഹത്തിന്റെ പേരൻസ്, ഇദ്ദേഹത്തിന്റെ വൈഫ്, ഇദ്ദേഹത്തിന്റെ അടുത്ത കുടുംബക്കാർ പലരും ഇദ്ദേഹത്തോട് ഈ രീതിയിലാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിൽ ബിഹേവിയർ ഫോർമേഷൻ നടന്നത് എങ്ങനെയാണ്? ഇദ്ദേഹത്തിന്റെ പരിസരത്തിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്തു. ഇദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുമോ? ഇദ്ദേഹത്തെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തോട് എന്ത് മൈൻഡ് സെറ്റ് തോന്നാൻ തുടങ്ങി? ഒരു സഹതാപത്തിന്റെ മൈൻഡ് സെറ്റ് തോന്നാൻ തുടങ്ങി. ചിന്ത മാറിയത് കണ്ടോ? ഇതുവരെ വെറുപ്പിന്റെ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്ന, പകയുടെ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് സഹതാപത്തിന്റെ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറി. അപ്പൊ അദ്ദേഹവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ നന്നായപ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടെ സ്നേഹം കൊടുക്കാൻ പറ്റി. സ്നേഹം കൊടുക്കാൻ പറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം സാവകാശമായിട്ട് നമ്മൾ കാരണമായിട്ട് മാറാണ്. ഈ ഒരു മിറാക്കിൾ കാണുന്നുണ്ടോ നിങ്ങളെ? ഇതിനധികം പണിയൊന്നുമില്ല. എങ്ങനെയാണ് ഒരു പെരുമാറ്റം രൂപീകരിക്കുന്നത് എന്നതിന്റെ മനഃശാസ്ത്രം പഠിക്കാൻ മാത്രം ചെയ്താൽ മതി. അപ്പോ ഇത് എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ അതുവരെ വെറുപ്പോടുകൂടെ കണ്ടിരുന്ന പലരെയും സഹതാപത്തോടെ കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് രൂപപ്പെട്ടപ്പോൾ എൻ്റെ കുടുംബ ജീവിതത്തിലാവട്ടെ, എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലാവട്ടെ ഉണ്ടായൊരു മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അപ്പൊ അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടൊരു സ്വപ്നമാണ്, ഇത് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ പഠിപ്പിക്കണം, മാക്സിമം ആളുകളെ പഠിപ്പിച്ചെടുക്കണം.